മേപ്പോട്ടൊക്കെ നോക്കിയാൽ നമുക്ക് പേടി വരും കണ്ടോ, ഇരുണ്ടിരിക്കുന്നു. അതായത് തൊട്ടവാടിയാന്ന് പറഞ്ഞ ചക്കു, തൊട്ടവാടിയുടെ മരം കണ്ടോ പറഞ്ഞിട്ടേക്കും ആണി അടിച്ചു വെച്ചേക്കുന്നു. ഹലോ ഗൈസ്, ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നാണ് മതി മൂടിയത്. ഞങ്ങൾ ഇന്ന് ഉടൻ വരെ ട്രിപ്പ് പോവുകയാണ്. എവിടം വരെ അവർക്ക് തമ്മിലെ മനസ്സിലാവും. ഞങ്ങൾ സ്ഥിരം പോകാറുള്ള ഒരു സ്ഥലത്തേക്ക്, ട്രിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, തീർത്ഥാടനം എന്ന് പറയാൻ പറ്റും. നമ്മുടെ മൂകാംബിക ടെമ്പിൾ ഇല്ലേ, കൊല്ലൂർ മൂകാംബിക, അവിടെ വരെ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ എല്ലാ വട്ടവും ഇത്രയും നാളും വന്ന വഴി കൂടെ അല്ല ഇപ്പൊ നമ്മളെ കൊണ്ട് പോകുന്നത്. ഇത് വേറെ ഏതോ ഒരു പുതിയൊരു വഴി, പുതിയ റോഡൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നു. വഴി തെറ്റിയില്ല, നല്ല റോഡൊക്കെ നല്ലതാണ്. പക്ഷേ എന്താ മുത്തു, ഇത്രയും നേരം പരിചയമില്ലാത്ത വഴിയുമാണ്. ഇത്രയും നേരം നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. ട്രാഫിക് എന്ന് വെച്ചാൽ ഫുൾ ലോറിക്കാരായിരുന്നു. അത് വലിയ കണ്ടെയ്നർ ഇല്ലേ, അങ്ങനത്തെ ലോറി ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോ ഞങ്ങൾ അതിന്റെ ഇടയിൽ എവിടത്ത് നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ഒരു 5:30-6 മണിയായപ്പോ ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾക്കൊക്കെ നേരത്തെ അങ്ങ് വിശന്നു. പക്ഷെ അപ്പൊ അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. വിശന്നപ്പം പെട്ടെന്ന് അങ്ങ് കഴിച്ചു. അങ്ങ് വീട്ടിൽ നിന്ന് ദോശയും ചമ്മന്തിയും തക്കാളി ചട്നിയും ഒക്കെ ആയിട്ടാണ് വന്നത്. കഴിഞ്ഞ ഒരു പ്രാവശ്യത്തെ വീഡിയോക്ക് മാത്രമേ ഞങ്ങൾക്ക് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റാറില്ല. അതുകൊണ്ട് ഇന്നും കഴിക്കുന്ന വീഡിയോ എടുത്തില്ല. കാരണം എനിക്കും ചക്കൂനും എല്ലാം നല്ല വിശപ്പായിരുന്നു. കാരണം ഞാൻ രാവിലെ വെളുപ്പിന് എണീച്ച് ഇതെല്ലാം ഉണ്ടാക്കി എടുത്തല്ലേ. അപ്പം ഇപ്പൊ സമയം ഒരു 9:30. വെളുപ്പിന് ഞാൻ ഒരു 4 മണിയായപ്പോ എണീച്ചു. 3:45-നും 4-നും അലാറം വെച്ചു. 4 മണിക്കത്തെ അലാറത്തിന് ഞാൻ എണീച്ച് ചോറും കറിയൊക്കെ വെച്ചു. അങ്ങനെ എന്തോ ചക്കുനെ കാണിക്കാം. ചക്കുനെ കണ്ടു ഗൈസ്, പുറകിൽ ചക്കുന് പുതിയ ടോയ് ഒക്കെ കിട്ടി. അത് കൈ പിടിച്ച് സമാധാനത്തിൽ ഇരിക്കുകയാണ് ചക്കു. ഇത്ര നേരം ഉറക്കമായിരുന്നു, ഫുഡ് കഴിക്കാൻ വേണ്ടി എണീച്ച. അങ്ങനെ ഇപ്പൊ സമയം 9:30 ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര വിജനമായ പ്രദേശമാണ്, കടയില്ല, ഒന്നുമില്ല. ചക്കുപ്പിക്ക് ഇപ്പൊ ടോയ് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അമ്പലത്തിന്റെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ചറവറ ടോയുടെ കടയാ. അവിടെ ചെന്നല്ലേ ഭയങ്കര അടിയുണ്ട്. ഇവിടെ ഇത് ഹൈവേ ആണോ? സുവർണ്ണ നിമിഷം കഴിഞ്ഞു. എന്താ നല്ല റോഡ് കഴിഞ്ഞ് ഇപ്പൊ സർവീസ് റോഡിൽ കയറ്റി റോഡ് കാണിച്ചേക്കുന്നത്. ഇവിടെ ഫുള്ള് എന്താ കമുങ്ങിന്റെ തോട്ടമൊക്കെ. എന്തോരം കമുങ്ങാണ് ഉള്ളവരൊക്കെ. ഈ പാളയുടെ ഇതിന് വേണ്ടിട്ടായിരിക്കും. കാരണം ഇവിടെ ഉള്ള എല്ലാ അമ്പലങ്ങളിലും കടയിലും എല്ലാം ഈ പാളപ്പെട്ട പ്ലേറ്റ് കാര്യങ്ങളൊക്കെ അതാണ് മെയിൻ ബിസിനസ്. ഇവിടെ തെങ്ങ് അങ്ങനെയില്ലല്ലേ? തെങ്ങുണ്ട്, ഇതിന്റെ ഇടയിൽ കൊറേ തെങ്ങൊക്കെ ഉണ്ട്. ഈ സർവീസ് റോഡിൽ കൂടെ നമുക്ക് പോണം. ഞങ്ങക്ക് നേരത്തെ പോയിട്ടില്ലാത്ത വഴി ആയതുകൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റ്. അമ്മേ ചേട്ടാ, അടുത്ത് വന്ന് അയാൾ ഓവർടേക്ക് ചെയ്ത്. നമ്മൾ നേരത്തെ പോയിട്ടില്ലാത്ത വഴി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല. പണ്ടൊക്കെ പോകുന്ന വഴിയാകുമ്പോ നമുക്ക് അറിയാം ഇവിടെയൊക്കെ എന്നൊക്കെ ഉണ്ടെന്ന്. പക്ഷെ ഇതൊന്നും അറിയില്ല. ഇപ്പൊ ഏതോ ഒരു സ്ഥലത്ത് ഏത് 2 പേര്? സാധാരണ നമ്മൾ പോകുന്ന ചിത്രദുർഗ വരെയല്ലേ? നമ്മള് ചിത്രദുർഗ വന്നിട്ട് പിന്നെ ടേൺ ചെയ്ത് പോവാണ്. ഇത് ചിത്രദുർഗയിലൊന്നും പോയിട്ടില്ല. ഇത് ചിത്രദുർഗ ആയില്ലേ? ഇവിടുത്തെ വണ്ടിയുടെ കളർ ഉണ്ടോ? ഇത് പ്രൈവറ്റ് വണ്ടിയാണോ? KSRTC ആണ്. KSRTC. ഈ സൈഡിൽ മൊത്തം മുളങ്കാടുകള് അല്ലേ? മുളയാണോ? കഴിഞ്ഞ ദിവസം വീടിക്കകത്ത് കാണിക്കാൻ പറ്റില്ല, പുകയമ്പില്ല. റോഡ് നിറച്ച് പുകയമ്പില്ല. റോഡിലെല്ലാം പുകയമ്പില്ലേം വെച്ചിട്ടുണ്ട്. നല്ല റോഡും വലിയ തിരക്കും ഇല്ല അല്ലേ? പുതിയതായിട്ട് പണിത റോഡ് കണ്ടാന്ന് തോന്നുന്നു.
പക്ഷെ പഴയ റോഡിൽ കൂടെ പോകുമ്പോ നമുക്ക് ഒരു കട പോലും കാണത്തില്ല. ഇവിടെ കടകളും ഇടയ്ക്കിടയ്ക്ക് ഇത്രയും ഉണ്ട്. ഞങ്ങള് കൊറേ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നോണ്ട് നമുക്ക് കുഴപ്പമില്ല. ചായ കുടിച്ചില്ല. പക്ഷെ ഉണ്ടാക്കുവാണോ? കാരണം ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ പോകുമ്പോ എല്ലാം പട്ടിണിയായി. പട്ടിണിയല്ല, അങ്ങോട്ട് പോകുമ്പോ തിന്നോണ്ടൊക്കെ പോകും. തിരിച്ചു വരുന്ന വഴിയാണ് പണി കിട്ടുന്നത്. തിരിച്ചു വരുമ്പോ ഒരു ഫുള്ള് കേട്ടോടാ. അല്ല, നമ്മള് മറ്റേ വഴി കൂടെ പോയത് അവിടെ മറ്റേ KFC ഒക്കെ ഉണ്ടായിരുന്നു. നമ്മള് KFC-ലാ നമ്മള് കേറുന്ന ഉച്ചക്ക് അല്ലേ? ഇന്ന് ചോറുണ്ടല്ലോ. നമൂസ് ചോറുണ്ടാക്കിക്കൊണ്ടാണല്ലോ വന്നത്. ഒരു കാര്യം ചെയ്യാം, ദോശ രാവിലെ അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ KFC. ഓക്കെ. ചപ്പു ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് നമ്മുടെ ഈ ട്രിപ്പില്. ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് കയ്യിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അവനെ വേറെ വെള്ളത്തിൽ കളിക്കാൻ പറ്റും. ബീച്ചിൽ പോകാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ചക്കു. എന്തോ ബക്കറ്റോ? നീ എന്തോ കുളിക്കാൻ പോണോ അവിടെ? പിന്നെ അതോ ചപ്പനെ ബീച്ചിൽ കളിക്കാൻ വേണ്ടി ബക്കറ്റ് തൊട്ടിയോ അതൊക്കെ വേണമെന്ന്. അങ്ങനെ അവിടെ ചെന്നിട്ട് കിട്ടുവാണെങ്കിൽ അതോടെ മേടിച്ചോ. ഞാൻ ഇന്നലെ കടയിൽ പോയി, പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. നമ്മുടെ ആ വീഡിയോ വന്നോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും? അവിടെ കമുകൊക്കെ വിളിച്ചു വരുന്നത്. ഈ കമുകയിൽ എന്താ എന്റെ അടിയിൽ എന്തിനാണ് പെയിന്റ് അടിച്ചു വെച്ചേക്കുന്നേ? അതിനെ വെച്ചേക്കുന്നേ എല്ലാ കമുങ്ങിന്റെ തടിയുടെ നട്ടേന്റെ അടിയില് വൈറ്റ് കളറിലെ പെയിന്റ് അടിച്ചു വെച്ചേക്കുന്നു. കേടാതിരിക്കാൻ നമ്മുടെ നാട്ടിൽ മറ്റേ റബ്ബർ വെക്കുമ്പോ റബ്ബറിന്റെ പകുതി വെച്ചിട്ട് ഈ വെള്ളം എന്താ സാധനം അടിച്ചു അതിന് ഇതൊരു പഴയ പിന്നെ പൊളിഞ്ഞു. റബ്ബറിന് തുരിശാണ്. തുരിശ് അടിക്കാന്ന് പറഞ്ഞാൽ എന്തുവാ? അത് മണ്ടക്കൂടെ കണ്ടല്ലേ അടിക്കുന്നത്? അത് ഹെലികോപ്റ്ററിൽ ഇങ്ങനെ വന്നിട്ട് അടിക്കുന്നത്. എന്തിനാ അറിയില്ല. റോഡൊക്കെ നല്ലതാണ്, പക്ഷെ കടകളൊന്നും ഇല്ലല്ലോ. പക്ഷെ പറ്റത്തില്ല, പെട്ടെന്നായിരിക്കും മുന്നിൽ കുഴി വരുന്നത്. പിന്നെ ചവിട്ടിയെ കിട്ടും. അവിടെ മുട്ടം കാട്ട ക്യാമറ വെച്ച് ഞങ്ങളിപ്പോ ഇവിടെ മുഖം കഴുകാൻ നിന്നെയാണേ. അപ്പം ഒരു വലിയൊരു തെങ്ങുംതോപ്പ് കണ്ട്. അപ്പം ഞങ്ങളിവിടെ മുഖമൊക്കെ കഴുകാൻ നിന്ന്. അമ്മൂസ് വണ്ടിക്കകത്ത് ഇറങ്ങിയില്ല, ഞാൻ മാത്രമേ ഇറങ്ങിയുള്ളൂ. അതിനകത്ത് കുറെ പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ തെങ്ങ് ഇങ്ങനെ ലൈനായിട്ട് കറക്റ്റ് ലെവൽ ഇങ്ങനെ വെച്ച് പോയിക്കുന്നത്. ഇത്ര നേരം ഫുള്ള് കമന്തോട്ടം ഉണ്ട് കേട്ടോ. ഈ തെങ്ങിൻതോപ്പ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കമന്തോപ്പാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ പുതിയതായിട്ട് പണിഞ്ഞൊരു ഹൈവേ ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ കുറേ നേരമായിട്ട് ഇതിനകത്തോടാണ് വന്നോണ്ടിരിക്കുന്നത്. ഭയങ്കര ചൂട്, ഭയങ്കര വെയിൽ. അതുകൊണ്ട് പെട്ടെന്ന് കണ്ണെല്ലാം ഡ്രൈ അടിച്ചു പോകുന്നു. ഞാനാണെങ്കിൽ ഗ്ലാസ് എടുക്കാൻ മറന്നു. പഴയ ഇറങ്ങിയതുണ്ട്, ഇനി അത് വെച്ചോണ്ട് പോകണം. ചക്കുപ്പിയാണെങ്കിൽ പുതിയ ടോയ് ഇട്ടിട്ടുണ്ട്, അതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങളപ്പം വീണ്ടും ഇവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു. ആ സൈഡിലുണ്ടല്ലേ? ആണാ, ആ സൈഡിലും തെങ്ങുംതോപ്പ്, പിന്നെ കുറെ കമുകന്തോപ്പ്. ഇത് ഫുള്ള് ഇവിടെ ഏരിയ മൊത്തം ഇതേ ഉള്ളൂ. നീ മുമ്പേ കണ്ടായിരുന്നു ഇത്? ഇവിടെ മറ്റേ ആ കമുകന്തോപ്പിനകത്ത് മറ്റേ പാള വെച്ച് എടുത്തോണ്ട് പോന്നെ. എനിക്കൊന്ന് ഇവിടെയൊക്കെ ഈ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ കമുകിൻ്റെ പാള ഉണ്ടല്ലോ, അതെടുത്തോട്ട് പോകുന്നതാണ്. എല്ലാ കമുകന്തോപ്പിനകത്തും ഒരു ഷെൽട്ടർ പോലുണ്ട്, അതിനകത്ത് പാള അടുക്കി വെച്ചേക്കുന്നതാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും യാത്ര പോട്ടെ ഗൈസ്. ഇവിടെ ഫുള്ള് അങ്ങ് തഴീഷ് ഭൂമി കൂട്ടി. കുറച്ച് ഭാഗം നല്ല പച്ചപ്പായിട്ടും തോന്നും, ആ തെങ്ങൊക്കെ നിന്നിട്ടല്ലേ. ഇവിടൊക്കെ ഫുള്ള് ഇങ്ങനെ അങ്ങ് ഭയങ്കര പൊടിയും. അവിടെ പാറ പൊട്ടിക്ക് വന്നതല്ലേ. നാട്ടിലൊക്കെ പണ്ട് മിനിമേല് പാലും ഉണ്ടല്ലേ. അവിടെ ആണെങ്കിൽ അതും പാറ പൊട്ടിക്കുമല്ലേ. ഇവിടൊന്നും ഒറ്റ കട പോലും ഇല്ല കേട്ടോ, ഒരു കട പോലും ഇല്ല. ഞാൻ പറഞ്ഞു തിരിച്ചെടുത്തു. എന്ത് പറഞ്ഞു ഇവിടെ കടയുണ്ട്. എന്തോ ഒരു ലേക്ക് കൂട്ട് എന്തോ ഉണ്ട്, നല്ല രസമുണ്ട് കാണാല്ലേ. ഇത്രയും നേരം പറഞ്ഞ എല്ലാം മാറ്റി മാറ്റി പറയണല്ലോ. എന്തുവാ ഇപ്പൊ മുമ്പേ പറഞ്ഞു ഇവിടെ മൊത്തം തരിശു ഭൂമിയാണ്. പെട്ടെന്ന് നോക്കിയിട്ട് വലിയ ലേക്ക്. തരിശു ഭൂമി എന്ന് വെച്ചാൽ പുറകിലല്ല, നമ്മൾ വന്ന വഴിക്കൊക്കെ ഒരു പച്ചപ്പും ഇല്ല, മൊത്തം പൊടി അടിച്ച് ഭയങ്കര ഇത്. നമ്മളാ പാറയുടെ മൂട്ടി വന്നു കേട്ടോ. ആ പാറയുടെ മണ്ടയ്ക്ക് വീട് വന്നിട്ട് കേട്ടോ. അങ്ങോട്ട് കാണിക്കും പാറ കാണിക്കുന്നു. വീടില്ല, അതെന്താ അമ്പലമാണെന്ന് തോന്നുന്നു.
ഇത് ചീന്തി ചീന്തി എടുത്തോണ്ട് പോവാണല്ലോ ഈ സാധനം. ഇത് കണ്ടോ ഇത് കേട്ടോ, ഇത് കണ്ടോ കണ്ടോ അത്. പക്ഷെ പുളിപ്പുളി എടുത്തോണ്ട് പോവാൻ തോന്നി. പാറ മൊത്തം തുരന്ന് പോലെ ആക്കി അമ്പലം മാത്രം ഒരു തൂണെ നിക്കുന്നത്. അത് നമുക്ക് ഈ വരെയും കൂടെ വന്നത് നന്നായി. വലിയ തിരക്കൊന്നുമില്ല, നല്ല റോഡൊക്കെയാണ്. പക്ഷേ കണ്ടല്ലോ, ഒന്നിപ്പോ ഒരു ചായ കുടിക്കണമെങ്കിലോ ഒരു ഇച്ചിരി വെള്ളം കുടിക്കണം ഒരു കട പോലും ഇല്ല അല്ലേ. നമ്മള് ഫുഡും കൊണ്ട് വന്നത് നന്നായി. പച്ചവെള്ളം പിന്നെ ഞങ്ങള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. ഞങ്ങള് വലിയ ക്യാൻ്റെ അകത്ത് വെള്ളം കൊണ്ടാണ് എവിടെ പോയാലും. ഒരു കുഴപ്പമില്ല, പിന്നെ എടുത്തരാം. ഇതിപ്പോ ഗ്രാമമാണ് കേട്ടോ. ഇതേ ഒരു അമ്പലം താഴെ എവിടെ ഇരിക്കുന്ന അമ്പലം? ഈ കെട്ടിടത്തിന് തൊട്ട് പുറകെ. അത് പണിതോണ്ടിരിക്കുക. ഇത് ഈ പച്ച കെട്ടിടമല്ലേ, അതിന്റെ തൊട്ട് പുറകെ അമ്പലം. അപ്പുറത്തൊരെണ്ണം പണിയുന്നുണ്ട്. ഇവിടെ പിന്നെ എവിടെ ഇതെന്തോ അമ്പലവും ചെറിയൊരു എന്തോ ഒരു കൊച്ചർക്കും റോഡിൽ നപ്പിയിടും. റോഡിൽ നപ്പിയിടുന്നോടാ കാണിക്കുമ്പോ അപ്പ ഇങ്ങനെ ഇറങ്ങി ഫാർമസി ഒരു വലിയ പാറ പൂളി എടുത്ത് റോഡിൽ കൊണ്ടുവച്ചു. മണ്ടയ്ക്ക് അമ്പലം എവിടെ? വീടല്ലടി ഇപ്പൊ കാണാട്ടാ. ഞാൻ പറഞ്ഞേ ഇവിടെ അല്ല, പാറയുടെ മണ്ടയ്ക്ക് അമ്പലമാ. എവിടെ നോക്കിയാലും അമ്പലം, മുക്കിന് അമ്പലം. നമ്മുടെ അവിടെ തന്നെ എത്ര അമ്പലം? 4 അമ്പലമാണ് നിൽക്കുന്നത്. ഭയങ്കര വെയിലാണ് ഗൈസ്. ഞങ്ങളിവിടെ തണുപ്പത്ത് പോണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്റെ മുടി ഇതുവരെ, ഞാൻ രാവിലെ കുളിച്ചിട്ട് അതെ മുടി ഇതുവരെ പക്ഷെ ഉണങ്ങിയിട്ടില്ല. സർവീസ് റോഡ് എൻഡായി. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു അമ്പലം കണ്ടോ, ഏത് ദൈവമാണെന്നൊന്നും അറിയത്തില്ല. ആ വിഗ്രഹമല്ലല്ലോ, ആ പ്രതിമ ഉണ്ട്. ഒരു പാമ്പ് ഒരു കയ്യിലും ഒരു വാൾ ഒരു കയ്യിലും. കന്നഡ ആയതുകൊണ്ട് നമുക്കൊന്നും വായിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഏത് അമ്പലമാണെന്നൊന്നും അറിയത്തില്ല. ഇവിടെ ഈ ഒരു അമ്പലം ഉണ്ട്, അവിടെ ഉണ്ട്. ചക്കുനപ്പം അത് കാണുമെന്ന് ആ ദൈവത്തിനെ. അങ്ങനെ ചക്കു അങ്ങോട്ട് പോയിക്കോ, ചക്കുനെ കൊണ്ട് മുത്ത് പോയിക്കോ. അമ്പലത്തിനകത്ത് കയറുന്നില്ല, വെളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട്. അങ്ങനെ ഞാനും ചക്കുപ്പിങ്ങനെ അമ്പലത്തിന്റെ അവിടെ പോയി കണ്ട്. ഈ മരത്തിന് കൊണ്ടിട്ടുണ്ടോ അതുകൊണ്ട് ഉതളങ്ങ പോലത്തെ സാധനം. പിന്നെ ഇവിടെ ഒരു അമ്പലം, ഇവിടെ ഒരു അമ്പലം. ഈ അമ്പലത്തിന്റെ ഗോപുരമാണ്. പിന്നെ അവിടെ കുറെ പ്രതിമ, പിന്നെ അവിടെ കുറെ അമ്പലം. അവിടത്തൊക്കെ നാഗങ്ങൺ അമ്പലമാണല്ലോ. പിന്നെ വലിയൊരു കുടി കൊണ്ടുവന്ന് പറയുന്ന മുട്ടക്കാട്ടം കുടി. നല്ലൊരു സ്ഥലം കേട്ടോ. ഇവിടെ നല്ല ശാന്തമായിട്ടുള്ള സ്ഥലം. അതുകൊണ്ട് അവിടെ ഒരു സാധനമുണ്ട്. ഞങ്ങളാണെങ്കിൽ വരുന്ന വഴിക്ക് ഞങ്ങൾക്കാണെങ്കിൽ ചായ ഒന്നും കുടിക്കാൻ കിട്ടിയില്ലല്ലോ. വരുന്ന വഴിക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടു. അപ്പൊ അവിടെ കയറി ഞങ്ങളൊരു വനില മിൽക്ക് ഷേക്ക് വാങ്ങിച്ചു. ഞാൻ ചോക്ലേറ്റ്. മുത്ത് ചോക്ലേറ്റിന്റെ, ചക്കൂനും ഇത് സെയിം. നല്ല ടേസ്റ്റ് ഉണ്ട്. തണുപ്പുണ്ട് ചക്കു. ആണോ? തണുപ്പുണ്ടേ. ഇതെന്തോന്നറിയോ, ഒരു 10 ഡയറി മിൽക്ക് എടുത്തിട്ട് വെള്ളത്തിലിട്ട് കലക്കിട്ട് കുടിക്കുന്നില്ലേ, കൊള്ളത്തില്ലേ? രസമുണ്ടോ? അങ്ങനെ കുടിച്ചോ. അങ്ങോട്ട് വരുന്ന വഴിയാണെങ്കിൽ ഒരു പാടം നിറച്ച് മൊത്തം മത്തങ്ങ കളക്കുന്നു. പക്ഷെ ഇതാരും എടുത്തോണ്ട് പോകുന്നില്ല. ഉണങ്ങി കിടക്കുന്നല്ല, ഓരോ വരി വരിയായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നു. ഇറങ്ങി 2 പറിച്ചോണ്ടൊന്നല്ല. ഗായ്സ്, അങ്ങനെ ഞങ്ങള് കുറേ നേരം വണ്ടി ഓടിച്ച് ഇനി ഇവിടുന്ന് ഒരു 160 കിലോമീറ്റർ ഉണ്ട് പോകാനായിട്ട്. അപ്പൊ ഞങ്ങള് വണ്ടി ഓടിച്ച് ക്ഷീണിച്ചൊരു തണൽമരം കണ്ടപ്പോ കൊണ്ട് നിർത്തിയതാണ്. എന്താണ്? തരാം. ചക്കുപ്പിക്ക് ജ്യൂസ് വേണമെന്ന്. പിന്നെ ഞങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം കണ്ടോ, മറ്റേ കമുകിന്റെ തോട്ടം കണ്ടോ, അതിനകത്ത് കുഞ്ഞു കമുക്. പിന്നെ ഞങ്ങൾ വന്നിരിക്കുന്നത് വലിയൊരു പുളിമരത്തിന്റെ ചുവട്ടില.
തൊട്ടാവാടിയല്ലേ ഇത്, പുളിയാണോ? ഇതിന്റെ ഇല കണ്ടിട്ട് തൊട്ടാവാടിയാന്ന് പറഞ്ഞ ചക്കു തൊട്ടാവാടിയുടെ മരം കണ്ടോ പറഞ്ഞിട്ടേക്കും. എന്ത് ആണി അടിച്ചു വെച്ചേക്കുന്നു. ഇവിടെ വല്ല കച്ചവടത്തിന് വല്ല പടുത കെട്ടാൻ വേണ്ടി ആണി അടിച്ചു. പിന്നെ അപ്പൊ തന്നെ ഈ തൂക്കിട്ടേക്കുന്നത് എന്തോ അത് ഒരു അഴിഞ്ഞു പോയതല്ലേ. പിന്നെ പ്രേതം പുളിമരത്തെ കയറി ഇരിക്കുമല്ലേ, പുളി തിന്നാൻ കയറിയോ ചുമ്മാ. ഇവിടെ ഒരുത്തന്മാരെ വെള്ളം അടിക്കാൻ നിൽക്കുന്നത്. ഇവിടെ എല്ലാം പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയും പാട്ടയും സെവനപ്പിന്റെ ബോട്ടില് പിന്നെ ബിയറിന്റെ ബോട്ടിൽ ഇതെല്ലാം കിടക്കുന്നത്. അവിടെ ഒന്നുമില്ല, ചുമ്മാ ആടാ. കൊച്ചിനെ ചുമ്മാ പറഞ്ഞ ഓരോ തോന്നി പേടിപ്പിച്ചു. സമാധാനമായില്ലേ ഗൈസ്? ഇവിടെ മരത്തിൽ എന്താ ജവിച്ചൊക്കെ അടിച്ചിട്ടുണ്ട്. അമ്മോസിന് ഇവിടെ നിൽക്കാൻ പേടിയാണ്. അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകണം ഗൈസ്. ചക്കുമ്പ ജ്യൂസ് കുടിക്കുന്നേ. നീ ഇതുപോലെ നല്ലൊരു സ്ഥലം കിട്ടുമെന്ന് അറിയത്തില്ലേ നീ? ആ പോന്ന വഴി നൈസായിരുന്നു, നല്ല സ്ഥലമല്ലേ. ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഈ കമുകിന്റെ വലിയൊരു തോട്ടം തന്നെ ഉണ്ട്. പാള ഒന്നും അവരും എടുത്തോണ്ട് പോകുന്നില്ല. പാള എല്ലാം ഇവിടെ തന്നെ ഇട്ടേക്കും. ഇതെല്ലാം എനിക്ക് വന്ന പാത്രം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ തോന്നുന്നു. അങ്ങറ്റം വരെ ഉണ്ട് കേട്ടോ. വെക്കണം. ഈ ചെറുക്കൻ ശൂസ് വെച്ചില്ല ഇതുവരെ. സ്ട്രോ ഇട്ടാ കൊച്ചു. അങ്ങനെ എപ്പോഴും ഉള്ളതുപോലെ ഞങ്ങള് കാറിനകത്ത് ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകണം. ഇപ്പൊ ഞങ്ങള് അവിടെ നിന്ന് മറ്റേ ആ യക്ഷിയുള്ള ഇല്ലേ പുളിവരം, അവിടത്തേന്ന് ഞങ്ങൾ അവിടെ നിന്ന് കുറേ ദൂരം മുന്നോട്ട് വന്നൊരു സ്ഥലം കണ്ടുപിടിച്ചു. ഇതിപ്പോ ഒരു മാവിന്റെ മൂടാ. ഇവിടെ നിന്ന് ഇറക്കിയില്ല. ഇറക്കാഞ്ഞത് കൊണ്ട് ഇവിടെ നിന്ന് വേറെ കുറ്റമൊന്നും കണ്ടുപിടിച്ചില്ല. ഇനി കഴിച്ചിട്ട് ഇറങ്ങി നോക്കാം. നോക്കുന്നുണ്ടോടി പ്രേതമുണ്ടോ? ചോറ് നോക്കാം. അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ ചോറ് യെല്ലോ ചോറാണ്. അപ്പൊ ഞങ്ങൾ പോയി കഴിച്ചിട്ട് വരാം. ഭയങ്കര ചൂട്, പെട്ടെന്ന് കഴിക്കട്ടെ, സമയമില്ല. ഞങ്ങള് വരുന്ന വഴിക്ക് ഒരു ഡാം കണ്ട് തോണ്ടേ, പക്ഷെ അതിന് വെള്ളമൊന്നും ഇല്ല അല്ലേടാ? കാണിക്കാം. വെള്ളമില്ല. ഷട്ടറല്ലേ അത്, ഡാമിന്റെ ഷട്ടർ. ഇത് ഈ സ്ഥലമാണൊന്നും അറിയില്ല കേട്ടോ. എല്ലായിടത്തും കന്നഡയിൽ ഓരോന്ന് എഴുതി വെച്ചേക്കുന്നത് നമുക്കറിയില്ല. ഇതാണ് കാക്കയുടെ അമ്പലം. ഇപ്പൊ ആ ഡാമിന്റെ വ്യൂ കണ്ടോ? ആ അതുകൊണ്ട് ആ സൈഡിൽ കൂടെ ഒക്കെ വെള്ളം പോകുന്നുണ്ട്. ഇവിടെ ഒരു പാലമാണ്, ചെറിയ വീതി കുറഞ്ഞ പാലം. വണ്ടി നിർത്തി നമുക്ക് എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ പോകുന്ന ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തൂടാണ്. ഭദ്രാട്ട. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ വഴി വരുന്നത്. കർണാടക പവർ കോർപ്പറേഷൻ. ഇംഗ്ലീഷിൽ ആദ്യമായിട്ടൊരു വാക്ക് എഴുതി വെച്ചേക്കും. ഞങ്ങൾ എങ്ങനെ ഒരു കാട്ടിന്റെ അകത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര മണിക്കൂർ? 3 മണിക്കൂറുണ്ട് ഇനി ഞങ്ങൾക്ക് അവിടെ എത്താൻ വേണ്ടിട്ട്. സമയം 5:43 അവിടെ കാണിക്കുന്നേ. അങ്ങനെ ഞങ്ങള് ഈ കൊടൂരെ കാട്ടിക്കൂടി ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി നമുക്കൊരു 3 മണിക്കൂർ കൂടെ ഉണ്ട് അവിടെ എത്താൻ വേണ്ടിട്ട്. നമ്മൾ എത്തുന്ന സമയം ഒരു 5:45 അങ്ങാണ്ടാണ് കാണിക്കുന്നത്. നമ്മളിനി ഇടയ്ക്ക് ഒന്നും നിർത്തിയില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് എത്തും. കണ്ടു. അറിയില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈം ഈ വഴി കൊണ്ട് വരുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. 3 മണിക്കൂർ കാട്ടില്. മറ്റേതാണെങ്കിൽ ഒരു മാക്സിമം 1 മണിക്കൂറൊക്കെ ഉള്ളു കാട്ടില്ലേ. മുത്താണെങ്കിൽ ഈ വഴി കാണുമ്പോ ഇത് നമ്മള് പണ്ട് വന്നെയാ പറഞ്ഞോണ്ടിരിക്കുക. മുത്താണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ഓരോ നമ്മൾ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വഴി മാറിയാ വന്നേ, വേറെ വഴി കൂടെ വന്നേക്കുന്നത്. അന്നേരം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ പ്രാവശ്യം വേറെ വഴി കൂടെ വന്നത്. നമ്മൾ എല്ലാ വട്ടവും പോകുന്ന വഴി കൂടെ ഒന്നും അല്ല വന്നേക്കുന്നത്. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് പറച്ചില് തുടങ്ങിയതാ, നമ്മളിത് വന്ന വഴിയാന്ന് എവിടെ. എന്നിട്ട് ഓരോ വഴി കഴിയുമ്പോഴും പറയും ഇതല്ല, ഞാൻ കുറച്ച് മുന്നേ ഉള്ള വഴിയാ ഉദ്ദേശിച്ചെന്ന് പറയും.
മുത്ത് പറഞ്ഞ ചെക്ക് പോസ്റ്റ് എന്ത് ചെയ്യടാ? ഇപ്പൊ കാണിച്ചുതരാം. പിന്നെ ഇപ്പൊ കണ്ടോണ്ട് അപ്പൊ അവിടെ ഒരു ലേക്ക് ഉണ്ടായിരുന്ന. ഈ വഴിയൊന്നും നമ്മള് വന്നിട്ടില്ല. നമ്മള് വന്നപ്പോ ഭയങ്കര പച്ചപ്പായിട്ട് കാടായിരുന്നു. അപ്പൊ ഈ സൈഡൊന്നും കാണാൻ പറ്റില്ല. ചുമ്മാതെ ഇവിടെ ഓരോന്ന് പറയുക. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മള് ഫുഡും കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോ നമ്മള് പെട്ടുപോയേനെ അല്ലേ. നല്ല ഹോട്ടലുകളോ അങ്ങനെ ഒന്നും കണ്ടില്ല. ചെറിയ ചെറിയ കടകളൊക്കെ കണ്ടു, ചായയും അങ്ങനെയുള്ള ചെറിയ ബേക്കറികളൊക്കെ. അല്ലാണ്ട് ഹോട്ടലുകളൊന്നും ഈ വഴിയിൽ ഞങ്ങള് കണ്ടില്ല. പിന്നെ ഞങ്ങള് ഫുഡ് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് നമ്മൾ തപ്പാനും പോയില്ല ഹോട്ടൽ ഉണ്ടോ ഇല്ലയോ എന്ന്. ഞങ്ങളിപ്പം ചുരത്തിൽ കേറിയിട്ടുണ്ട്. എന്തോ മലയുടെ പേരെന്തുവാ? മലയുടെ പേര് അതില. ഈ ചുരം കയറുന്നതിന് കുറെ മുന്നേ ആയിരുന്നു നമ്മുടെ കുടജാദ്രിയിലോട്ട് പോകുന്ന വഴി. ആ വഴിയില് നമ്മൾ വീഡിയോ എടുത്തില്ല പക്ഷെ അല്ലേ. കേറി കുടജാദ്രിയിലോട്ട് പോകുന്ന ചെറിയൊരു സ്റ്റാർട്ടിങ്. തിരക്കൊന്നുമില്ലെന്ന് ഒരു വണ്ടി പോലും കണ്ടില്ല. ഇനി ഞങ്ങൾക്ക് 17 മിനിറ്റ് ഉണ്ട് അവിടെ ചെല്ലാന്. ഞങ്ങൾ ഒത്തിരി താമസിച്ചു കേട്ടോ. ഞങ്ങള് ഇപ്പോൾ 5 മണിക്ക് എങ്ങാണ്ട് വരും എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ 1.5 മണിക്കൂർ എക്സ്ട്രാ ആയി അല്ലേ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി എന്താ വെള്ളം കുടിച്ച് ഫ്രഷ് ആയി എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിച്ച് അങ്ങനെ പെല്ല നിർത്തി ഇരുന്നിരുന്ന് വിയർക്കുന്ന തന്നെയല്ല, നമ്മൾ ഇരുന്നിരുന്ന് നമുക്കാണെങ്കിൽ നല്ല പുറം വേദന എടുക്കുന്നു. പക്ഷെ ഈ ഫസ്റ്റ് ടൈം കേട്ടോ അങ്ങനെ ഇരുന്ന് വേദന എടുക്കുന്നേ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഒന്ന് എണീച്ച് ഒന്ന് ഇറങ്ങുകയൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങളിങ്ങനെ പെല്ല ഇങ്ങനെ വന്നു. ഇനി ഒരു 17 മിനിറ്റ് ഉണ്ട്. ഒരു 6:15 ആകുമ്പോ നമ്മൾ അവിടെ ചെല്ലും. ഇപ്പൊ നമ്മള് വഴി കാണണം. ഒരു വണ്ടിക്കൊക്കെ കട്ടിച്ചിറങ്ങിപ്പോ ഫോൺ അടിച്ചില്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്നവന്മാര് ഒരു ലെവലില്ലാതെ വരുന്നു. ശരി മുമ്പ് പെണ്ണുമ്പോൾ നേരെ ഫ്രണ്ടിൽ കയറി. എത്ര ഹെയർ പിൻസ് ഉണ്ടായിരുന്നത്? ഹെയർ പിൻ ഇവിടെ ഹെയർ പിൻ അങ്ങനെ എഴുതിയൊന്നും വെച്ചിട്ട് നോക്ക്. അണ്ടക്കോട്ട് നോക്ക്. എന്നെ കൊന്നോ നീ കൊന്നു മൊത്തം ഇറങ്ങി താഴെ ചെല്ലണം. താഴെയാണ് നമ്മുടെ മൂകാംബിക അമ്പലം. താഴോട്ട് നോക്ക്. നമുക്ക് ഗ്ലാസ് തുറന്ന മുത്തു കണ്ടോ? അയ്യോ ഫുള്ള് ഫോഗ് അടിച്ചിരിക്കുന്നു. താഴേന്ന് ഒരു വണ്ടി കയറി വരുന്നുണ്ട് തോന്നുന്നു. ബസ് കണ്ടേ. എന്തൊരു ഓണടി കേട്ട് ഞാൻ. അല്ല വെള്ളച്ചാട്ടം എന്തൊരു സൗണ്ട്. സീവീഡിന്റെ അല്ലയാണ്. ഞാനവിടുത്തെ വെള്ളച്ചാട്ടത്തിന്റെ അല്ലയാണ്. ഭയങ്കര സൗണ്ട് കേട്ടോ. കണ്ട ഒരു വണ്ടി കയറി വന്നാ പിന്നെ നമ്മള് ബ്ലോക്കാ. വലിയ ഒരു റിസ്ക് ആയിട്ടുള്ള വഴിയാണ്. മേപ്പോട്ടൊക്കെ നോക്കിയാൽ നമുക്ക് പേടി വരും കണ്ടോ. ഇരുണ്ടിരിക്കുന്നു. വേറൊരു വഴി ഇല്ല തന്നെ. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഈ ഒരു ഒറ്റ വഴിയുള്ളൂ. ഈ ചുരം മൊത്തം അടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് താഴെ ചെല്ലാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മള് ഉടുപ്പി പോയിട്ട് ഉടുപ്പി വഴി തിരിച്ചു വരാം. അത് കേരളത്തിൽ നിന്ന് നമ്മൾ വരുന്ന വഴി കൂടെ അല്ല. നമ്മള് ചിക്കമംഗളൂരു അതിലേക്ക് പോയിട്ട് നമ്മൾ ആദ്യത്തോട്ടം പോയില്ലേ, അതല്ല. അതാകുമ്പോ ഈ ചുരം അടിക്കണ്ട. നമ്മള് ഇപ്പൊ നമ്മള് ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് വന്നത് കൊണ്ടല്ലേ നമുക്ക് ഈ ഇത് വന്നത്, ഈ ചുരം വന്നത്. നമ്മളിപ്പം മറ്റേ ഉടുപ്പി ആ ഒരു സൈഡിൽ നിന്ന് വരുവാണെങ്കിൽ കേരളത്തിൽ നിന്ന് വരുമ്പോ നമ്മൾ ആ കാവിന്റെ ഒക്കെ ആ സൈഡിൽ കൂടെ അല്ലേ വരുന്നേ. കേരളത്തിൽ നിന്ന് വരുമ്പോ ഇത് നല്ലൊരു വളവ്. ഇതൊന്നും അല്ല. ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്ന വഴി എന്ന് പറഞ്ഞാ ഒരു കാറ് കഷ്ടിച്ചു പോകും. അമ്മാതിരി ഒരു വഴി കൂടെ ഞങ്ങൾ വന്നോണ്ടിരുന്നത്. ഞാനൊന്ന് കിടന്നങ്ങ് ഉറങ്ങി. ഭയങ്കര വളവും തിരിവും കൊടൂര കാടും. ഒരു വണ്ടി പോലും ഇല്ല. ഇന്ന് വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ടേ വണ്ടികളൊന്നും ഇല്ല. നമ്മള് വന്ന വഴിയൊക്കെ ആണെങ്കിൽ ഒരുമാതിരി സൈഡിൽ കുഴിയാണേ. ഒരുമാതിരി ശോകം അടിച്ചാ വരുന്നത്. ഇവളാണെങ്കിൽ വളവൊക്കെ തിരിയുന്ന തല കറങ്ങിയിട്ടുണ്ട്. എനിക്ക് രാവിലെ വണ്ടി കയറിയപ്പോ തൊട്ട് ഉറക്കം വരുവാ. പക്ഷെ മുത്തന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. ഉറങ്ങണ്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നു. അന്നേരം പിന്നെ ഞാൻ എന്തോ എടുത്തു ഉറങ്ങി. പക്ഷെ അതെന്തോ ഭയങ്കര ഇങ്ങനെ വളഞ്ഞു എനിക്ക് അപ്പൊ തല നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാ സൈഡ് ഫുള്ള് കണ്ടോ. ഒരു സൈഡ് ചക്കു ഉറങ്ങി ആ സമയത്ത്. ഞാൻ മാത്രമേ ഞാൻ വളവെല്ലാം പക്ഷെ എനിക്ക് ഉറക്കബോധത്തോടു കൂടിയാ ഉറങ്ങിയത്. കറക്റ്റ് വളവ് കഴിഞ്ഞപ്പോ എനിക്ക് അറിയാൻ പറ്റും ഉറക്കത്തിലാണെങ്കിലും വളവ് ഇങ്ങനെ വളയുന്നതൊക്കെ. അപ്പൊ ഞാൻ ഉറക്കം കഴിഞ്ഞപ്പോ വളവ് കഴിഞ്ഞപ്പോ ഉറക്കം എണീറ്റു. ഇവിടെ ആരും ഫോൺ അടിക്കത്തില്ല. വലിയൊരു വളവുണ്ട് ഇവിടെ.
ഇവിടെ ഹെയർ പിന്നിന്റെ അവിടെ നിന്ന് ഇവരൊരു ഗ്ലാസും വെച്ചിട്ടുമില്ല. നമുക്ക് വേറെ വണ്ടി കയറി വരുന്നുണ്ടോ എന്നൊന്നും ഒരു പിടുത്തമില്ല. കണ്ടോ കയറി വരുന്നുണ്ടോ? കാട് ഒരുമാതിരി ഒരു 7 മണിക്ക് ഫീലുണ്ട്. നമ്മളിനി ഒരു മനുഷ്യനെ കാണണമെങ്കിൽ താഴെ നമ്മുടെ മൂകാംബി അമ്പലത്തിലവിടെ ചെല്ലണം. ഇന്ന് നമ്മള് സൗപർണിക നദി ഇപ്പൊ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഞങ്ങളുടെ റൂം ഇപ്പം എടുത്തേക്കുന്നത് അമ്പലത്തിന്റെ തൊട്ടടുത്താണ്. നമ്മൾ നാളെ രാവിലെ അവിടെ അമ്പലത്തിൽ നല്ല പള്ളിയില് വന്ന ഒരു സാധനം ചേട്ടാ. അമ്മേ കുടജാതിരിയുടെ ജീപ്പും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പക്ഷെ കുടജാതിരിക്ക് അതും പോകുന്നില്ല തോന്നുന്നു. ഞങ്ങള് പോണെന്ന് വിചാരിച്ചാൽ ഞങ്ങളും ചിലപ്പോഴേ പോകത്തുള്ളൂ. അവിടെ ഞങ്ങളെ ഹോട്ടൽ എടുത്ത ചേട്ടൻ പറഞ്ഞ് ഇപ്പം കുഞ്ഞിനെയും നിങ്ങൾ തന്നെയാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് പോവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ വലിയ വെയിൽ തോന്നത്തില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ ഭയങ്കര പൊടിയും ഭയങ്കര ചൂടുമാണ്. അതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് മേളിൽ പോകുന്നത് ഇപ്പൊ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നവംബറിലോ ഡിസംബറിലോ ജനുവരി ഫെബ്രുവരി ആ ഒരു സമയത്ത് ചെറിയ തണുപ്പൊക്കെ ഉള്ള സമയത്താണെങ്കിൽ വന്നാൽ ചിലപ്പോൾ നൈസായിരിക്കും. ഇപ്പൊ ഭയങ്കര ചൂട്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് തീരുമാനിക്കത്തേ ഉള്ളൂ കുടജാതിരി പോണോ വേണ്ടോ. ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത് തന്നെ പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ടേക്ക് വന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ആലോചിച്ചാലൊന്നും നടക്കില്ല. ഞങ്ങൾ എവിടെ പോയാണെന്ന് നേരത്തെ ആലോചിച്ച് പറഞ്ഞാലും നടക്കത്തില്ല. പ്രത്യേകിച്ച് ഇങ്ങോട്ട് നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ ഇത് ഒരു ദിവസം കൊണ്ട് നമ്മൾ ഇന്ന് വരണമെന്ന് ഇന്ന് മിനിഞ്ഞാന്ന് രാത്രിയിൽ ഇങ്ങനെ ഞങ്ങൾ കടയിൽ പോയപ്പോഴാണ് നമുക്ക് എന്നാല് നാളെ കഴിഞ്ഞ് അങ്ങ് പോയാലോ അങ്ങനെ ഞങ്ങൾ വന്നെയാണ്. ഒരു 50 വട്ടം ചോദിച്ചാണ് ബീച്ചിൽ പോകുന്നില്ലേ അമ്പലം എത്തിയില്ലേ ഇങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു വട്ടം ഉറങ്ങും. എന്നിട്ട് എണ്ണിച്ചത് ഇത് തന്നെ ചോദിച്ചോണ്ടിരിക്കും. അവന് ബോറടിച്ച് രാവിലെ കയറി ഇരിപ്പ് തുടങ്ങിയതല്ലേ. അയ്യോ കാണാൻ പറ്റിയില്ല. ഫുള്ള് ഫോഗ് അടിച്ചിട്ട് അയ്യോ നോക്കിയേ ഫോഗ് അടിച്ചിരിക്കുന്നുണ്ടോ. പക്ഷെ ഞങ്ങള് നിക്കുന്ന സ്ഥലത്ത് ഭയങ്കര ചൂടോ. അങ്ങനെ നമ്മള് അമ്പലത്തിന്റെ അടുത്തെത്തി. ചുരമെല്ലാം ഇറങ്ങി അമ്പലത്തിന്റെ അടുത്തെത്തി. റോഡൊക്കെ കൊറേ കുത്തിപ്പൊളിച്ച് ഇതാ ചേട്ടൻ നമ്മളോട് പറഞ്ഞേ ഇവിടെ എല്ലാം ഇതാക്കി ഫുള്ള് പൊടിയാന്ന് പറഞ്ഞായിരുന്നു. ഇതൊക്കെ ഓരോ ഹോട്ടലാണ്. പക്ഷേ ഞങ്ങൾ ഇവിടെ നമുക്ക് ഇവിടെ വന്ന് കഴിക്കാമല്ലോ. നമ്മൾ അവിടെ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ കഴിക്കാൻ ഫുഡിന്റെ ഹോട്ടലാണ്. എല്ലാം വലിയ രസമൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ ഞങ്ങൾ പുതിയ ഒരെണ്ണം ലാസ്റ്റ് ടൈം വന്നപ്പോ കണ്ടുപിടിച്ചു. അവിടെ പക്ഷെ അവിടെ ഫുഡിന് ഭയങ്കര റേറ്റ് ആണ്. ഫുഡ് കൊള്ളാം പക്ഷെ ടേസ്റ്റി ഫുഡാണ് പക്ഷെ റേറ്റ് ആണ് അല്ലേ. വേറെ കേരള ഹോട്ടലുണ്ട് പക്ഷെ അതിനകത്ത് അതുകൊണ്ട് കേരള വെജിറ്റേറിയൻ എന്നൊക്കെ മലയാളത്തില് ഹോട്ടൽ സന്നിധാനം പേര് മാത്രമല്ല ഹോട്ടൽ അർച്ചന കേരള വെജിറ്റേറിയൻ. അതുകൊണ്ട് ആൾക്കാരുണ്ട് മലയാളീസ് പോകുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ വരുമ്പോഴാണ് നമ്മളൊരു മലയാളീസിനെ കാണുന്നത് അല്ലേ. പേര് മാത്രമേ ഉള്ളൂ അതിനകത്ത് കേരള. വേണ്ട അമ്പലം അതാണ്. ഇതാ കാണുന്നുണ്ട് അമ്പലം. ആ പുറകിൽ കാണുന്നതാണ് അമ്പലം. നമുക്ക് എന്തായാലും ഇപ്പൊ കുളിച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പൊ കാണിക്കാം. ഞങ്ങൾക്ക് എടുത്ത ഹോട്ടൽ ഇവിടെ എവിടെയോ ആണ്. ഞങ്ങള് റൂമിൽ വന്ന് ഇതാണ് ഞങ്ങളുടെ റൂം. ഇത് തന്നെ ഇപ്പൊ കിട്ടിയത് ഭാഗ്യം. ഞങ്ങളുടെ പെട്ടെന്നുള്ള വരവായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് നേരത്തെ ബുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചപ്പി ഇതേണ്ട വന്ന ഉടനെ റൂം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഞങ്ങൾ ഓടി വന്ന് കുളിച്ച് സമയമില്ല. 8 മണിയാകുമ്പോഴത്തേക്ക് അമ്പലം അടയ്ക്കാം. 8:30 ആകുമ്പോഴത്തേക്ക് ഒന്നും വേണ്ട. പിന്നെ ചക്കുപ്പിയുടെ ഡ്രസ്സ് കണ്ടോ. പിന്നെ എൻ്റെ അമ്മൂസ് അവിടെ നിൽപ്പുണ്ട്. പൂക്കളർ അപ്പൊ ഞങ്ങള് അമ്പലത്തിലോട്ട് പോട്ടെ. ഇനി അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് ഇനി എന്തായാലും അവിടെ ഏതാണ്ട് പ്രസാദം കിട്ടാറുണ്ട്. അതൊക്കെ മേടിക്കണം. ഇപ്പൊ തന്നെ പോയി മേടിക്കും. രാവിലെ ഇനി എപ്പോൾ നടക്കുമെന്ന് അറിയത്തില്ല. ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോഴും ചെറിയ തിരക്കുണ്ട്. എന്നാലും ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയിട്ട് വരാം ഗൈസ്. ഞങ്ങൾ 3 പേരോടെ നടന്ന് അമ്പലത്തിലോട്ട് പോകണം ഗൈസ്. കാണുന്നുണ്ട് ആ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ മൂകാംബിക അമ്പലം. അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡല്ല ബാക്ക് സൈഡാണത്.
ബാക്കല്ല, സൈഡ്. ഇതാണ് മെയിൻ വഴി. നമ്മളിപ്പം വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. സാധാരണ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാണ്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് അമ്പലത്തിനോട്ട് പോട്ടെ. അമ്പലം 8 മണി വരെ ഉള്ളൂ. ഇപ്പം തന്നെ 7 മണി കഴിഞ്ഞു. നമ്മോസ് ഞങ്ങളെ വെട്ടിച്ച് ഫസ്റ്റ് അമ്പലത്തിൽ പോകാൻ തോന്നുന്നു. ഇതാണ് മൂകാംബിക അമ്പലത്തിലോട്ട് പോകുന്ന വഴി. പക്ഷെ ഭയങ്കര തിരക്കാണ്. തിരക്കൊന്നുമില്ല. സാധാരണ ഭയങ്കര തിരക്കാണ്. ഇപ്പം ഇവിടെ തിരക്കൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ 3 പേരും കൂടെ നടന്ന് പോവാണ്. ഇപ്പം എന്നെ കാണിക്കാൻ പറ്റത്തില്ല. ഒരു കൈ ക്യാമറയും ഒരു കൈ ചക്കുപ്പിയാണ്. അതുകൊണ്ടാണ് എന്നെ കാണാത്തത്. വേണ്ട, സർപ്രൈസ്. ഇവിടെയൊക്കെ സാധാരണ ഫുള്ള് കടകൾ വരേണ്ടതാണ്. പക്ഷെ എന്തോ ഇന്ന് വലിയ കടയൊന്നുമില്ല. നീ വന്നേ. നിനക്കുള്ള ഒന്നുമില്ല. നിനക്കുള്ളത് മൊത്തം തീർന്നു. ഈ തലയാടുവോ ഒരു രക്ഷയില്ല. നിനക്കുള്ള പരിപാടി ഞാൻ രാവിലെ തീർത്തു. അതാ കാശ് നമ്മുടെ മൂകാംബിക അമ്പലത്തിൻ്റെ മെയിൻ കവാർ. നമ്മൾ അതിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ആദ്യം പോയി ചെരുപ്പ് കൊണ്ട് കൊടുക്കണം. ചെരുപ്പ് സൂക്ഷിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അവിടെ കൊണ്ട് കൊടുക്കട്ടെ. എന്നാൽ പിന്നെ വെളി ഇറങ്ങി വന്നാൽ അങ്ങനെ നമ്മുടെ അമ്പലം കൊണ്ട് ഒരു ചെറിയ തിരക്കും. നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അമ്പലത്തിലോട്ട് കയറി. നല്ല തിരക്കുണ്ട്. പൈസ കൊടുത്തിട്ടെടുക്കാം.